വരും വഴിയരികിൽ നിന്നെയും കാത്തിരുന്നു. നിന്റെ ദിവ്യവചനങ്ങൾ ഏറെ കൊതിച്ചിരുന്നു. നീ വരും വഴിയരികിൽ നിന്നെയും കാത്തിരുന്നു. നിന്റെ ദിവ്യവചനങ്ങൾ ഏറെ കൊതിച്ചിരുന്നു. അന്ധയാകുമെന്നയനം നീ തുറന്നല്ലോ. ധന്യമായി എൻ്റെ ജീവിതം. ഈശോയെ നന്ദിയേറെ ചൊല്ലിടുന്നു ഞാൻ. ഓർമ്മയിൽ നിൻമുഖം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു. മിഴികളിൽ സ്നേഹമുതിരുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. വലിയ നോമ്പിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിട പറയുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാലത്തും ആയുധം ധരിക്കേണ്ടവനാണ്, പോരാടേണ്ടവനാണ്. ശത്രുക്കൾക്കെതിരെ, സാത്താന്റെ കുടിലതന്ത്രങ്ങൾക്കെതിരെ എപ്പോഴും ആയുധം ധരിച്ച് പോരാടിക്കൊണ്ടിരിക്കേണ്ടവനാണ് ഓരോ ക്രിസ്ത്യാനി. വലിയ നോമ്പിന്റെ അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ആയുധം ധരിക്കണമെന്ന് പത്രോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്തായുധമാണ് ഞാൻ ധരിക്കേണ്ടത്? യേശുക്രിസ്തുവൻ എന്ന മനോഭാവം, യേശുക്രിസ്തുവിന്റെ മനോഭാവമാണ് നാം ആയുധമായി ധരിക്കേണ്ടത്. സാത്താനോട് പോരാടാനും പാപത്തോട് വിട പറയാനും ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയും സ്നേഹിക്കാതെ ദൈവത്തെ നോക്കി യാത്ര ചെയ്യാൻ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ അപ്രകാരമായിരിക്കാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തെ ആയിരിക്കണം ആയുധമായി ധരിക്കേണ്ടത്. എന്താണ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം? യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു. നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ച് ഒരേ അഭിപ്രായത്തിൽ വർത്തിച്ച് എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സല്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. പകരം ഓരോരുത്തരും തന്നേക്കാൾ അധികം മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതിക്കൊള്ളണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളെ ഭരിക്കട്ടെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അതായത് പൗലോസ് ശ്ലീഹ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ധരിക്കേണ്ട ആയുധം എന്ന് പറയുന്നത്, നിങ്ങൾ പോരാടേണ്ട ആയുധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശത്രു എന്ന് പറയുന്നത് സാത്താന്. ആ ധരിക്കേണ്ട ആയുധം എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന മനോഭാവമാണ്. യേശുക്രിസ്തു നമുക്ക് മുമ്പിൽ നടന്നു നീങ്ങി കാണിച്ചു തന്ന ആ മനോഭാവങ്ങൾ അവൻ ചെയ്ത പ്രവൃത്തികളാണ്. ഒരേ കാര്യങ്ങൾ ചിന്തിക്കുകയും ഒരേ അഭിപ്രായത്തിൽ വർത്തിക്കുകയും മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുകയും ചെയ്തുകൊണ്ടുള്ള ആ മനോഭാവത്തിൽ ഞാൻ ഈ നോമ്പിൻ്റെ ദിവസങ്ങളെ നടന്നു നീങ്ങണം. അപ്രകാരം യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തെ ആയുധമായി ധരിച്ചുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ, ഈ പുണ്യപ്പെട്ട ദിവസങ്ങളിൽ അപ്രകാരം ജീവിക്കുവാനും അതിനെ നേടിയെടുക്കുവാനും യേശുക്രിസ്തുവിൻ്റെ മനസ്സിനോട് താതാത്മ്യപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പ് മുഖാന്തരമായി തീരട്ടെ. അതിന് സ്വർഗം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.